യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. നമ്മുടെ ഏറ്റവും പ്രയാസമേറിയ ജോലി ഏതാണെന്നറിയാമോ? സ്വയം നിയന്ത്രിക്കുക എന്നതാണ്. എങ്ങനെയാണ് നിങ്ങളുടെ വികാരങ്ങളെ വിജയത്തിനായി ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുക എന്നത് എളുപ്പമാണ്. പക്ഷേ സ്വന്തം തെറ്റ് കാണുക വിഷമകരമാണ്. തെറ്റ് അഭിമാനമായി തോന്നുന്ന ഒരു കാലഘട്ടമാണിത്. ഇവിടെയാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിലെ പാഠങ്ങൾ പ്രസക്തമാകുന്നത്. വികാരങ്ങളാണ് നമ്മെ മനുഷ്യരാക്കുന്നത്. നമുക്ക് എപ്പോഴും ഭയം, ആഗ്രഹം തുടങ്ങിയ വികാരങ്ങളുണ്ടാകും. മിക്കവരും ഈ വികാരങ്ങളെ തങ്ങൾക്ക് എതിരായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഭയം വരുമ്പോൾ പലരും വരുമാനത്തിനും തൊഴിൽ സുരക്ഷയ്ക്കും വേണ്ടി അവർ സ്വന്തം വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇത് കഴുതയ്ക്ക് മുന്നിൽ ക്യാരറ്റ് കാണിച്ച് വണ്ടി വലിപ്പിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങളുടെ വികാരങ്ങളോട് സത്യസന്ധത പുലർത്തുക. അവയെ നിങ്ങളുടെ നേട്ടത്തിനായി ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുക, അല്ലാതെ ചിന്തയെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. വികാരങ്ങളോട് പ്രതികരിക്കുന്നവനാകാതെ ഒരു നിരീക്ഷകനാകാൻ പഠിക്കുക. പ്രതികരണം വൈകിപ്പിക്കാനും ചിന്തിക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ മാറ്റത്തെ ഭയന്ന് പിന്മാറരുത്. ഒരുപക്ഷെ തുടക്കത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലും നിങ്ങൾ മാറാൻ തയ്യാറായാൽ അതിലും മികച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. മാറ്റം അനിവാര്യമാണ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്: അഹങ്കാരം എത്ര കുറയുന്നോ ബിസിനസ് അത്രയും വർദ്ധിക്കും. നമ്മുടെ തോന്നലുകളാണ് ആദ്യം മാറേണ്ടത്. ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള തോന്നൽ ഉപേക്ഷിക്കുക. പകരം സ്വയം എളിമയുള്ളവരായി മാറുക. തല താഴ്ത്തി നിൽക്കുക, എങ്കിൽ നിങ്ങൾ നേരെ നിൽക്കും. ശൂന്യമായിരിക്കുക, നിങ്ങൾക്ക് പൂർണ്ണത കൈവരും. ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകവും ഇതുതന്നെയാണ് പറയുന്നത്. ഒരു ആഡംബര കാറോ വാച്ചോ വാങ്ങുന്നതിൽ കാര്യമില്ല. നിങ്ങളുടെ സമ്പാദ്യങ്ങൾ കണ്ട് ഭ്രമിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. റെസ്പെക്ട് നിങ്ങൾക്ക് ലഭിക്കുക ദയയിലും വിനയത്തിലും കൂടിയാണ്, അല്ലാതെ കാറിന്റെ വലിപ്പം കൊണ്ടോ വാച്ചിന്റെ ഗുണം കൊണ്ടോ അല്ല. ആഡംബരം കുറയ്ക്കുക. എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കുക. ദുഃഖത്തെക്കാൾ നല്ലത് ചെറിയ കരുതലാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ദുരിതങ്ങൾ ഒഴിവാക്കാൻ ചെറിയ കാര്യങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക. ശ്രമിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ഇന്ന് തന്നെ നിങ്ങളുടെ ദുശീലങ്ങൾ നിർത്തുക. തെറി പറയുന്നത്, നെഗറ്റീവ് ചിന്തിക്കുന്നത് എല്ലാം നിങ്ങളുടെ മനസ്സിന്റെ വളർച്ചയെ തടയുന്ന കാര്യങ്ങളാണ്. ദുശീലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. നിങ്ങൾ ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് സ്വയം ചിന്തിക്കുക.